ഹലോ. ഹയർ പർച്ചേസ് അക്കൗണ്ടിങ്ങിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ 3 സിറ്റുവേഷൻസ് അല്ലെങ്കിൽ 3 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 4th കേസാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ദ എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് ആൻഡ് പീരീഡ് ഓഫ് ഇൻസ്റ്റാൾമെന്റ്സ് ആർ അൺഈക്വൽ. അതായത് ഇൻസ്റ്റാൾമെന്റ് എമൗണ്ടും ഇൻസ്റ്റാൾമെന്റ്സിന്റെ പീരീഡ് തമ്മിലും ഡിഫറൻസ് ഉണ്ടാവുമ്പോൾ ഓരോ ഇൻസ്റ്റാൾമെന്റും വ്യത്യാസമാണ് കൊടുക്കുന്നത്. അതുപോലെ അതിന്റെ പീരീഡ് ഇപ്പോൾ ഇയർലി ഉള്ള ഇൻസ്റ്റാൾമെന്റ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ല, അപ്പോൾ ഇതിന്റെയൊക്കെ ഡ്യൂറേഷൻ കൃത്യമാണ്. അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് when the amount of installments and period of installments are unequal. In this case, time duration, that means gap between different installments must be noted first. Thereafter, outstanding balance standing at the time of payment of each installment is multiplied by the time duration. Now we get products. Lastly, the amount of total interest is split in the ratio of these products. ഈ ഒരു മെത്തേഡിലാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്കൊരു പ്രോബ്ലത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രൊഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഇൻട്രസ്റ്റ് ഓരോ ഇൻസ്റ്റാൾമെന്റിലുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Madura Enterprises purchased a machine on HP basis. The cash price of the machine was 45,500 and the HP price was 50,000. Payment was to be made in 2 years as below: 10,000 at the time of delivery, 15,000 after 5 months, rupees 15,000 after 11 months, and 6,000 after 19 months, and 4,000 after 24 months. Machine was purchased on 1st July 2019. And the date of payment of each installment is counted from this date. Calculate the interest included in each installment. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ക്യാഷ് പ്രൈസ് 45,500 ആണ്, HP പ്രൈസ് 50,000 ആണെന്ന് തന്നിട്ടുണ്ട്. ഡെലിവറിന്റെ ടൈമിൽ കൊടുക്കുന്നത് 10,000 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് 10,000, പിന്നെ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെന്റ് ആദ്യം 15,000, പിന്നെയും 15,000, പിന്നെ കൊടുക്കുന്നത് 6,000, ലാസ്റ്റ് 4,000. അത് തമ്മിലുള്ള ഡ്യൂറേഷനും കൊടുക്കുന്ന ഡ്യൂറേഷനും വ്യത്യാസമാണ്. ആദ്യം 5 മാസം സാധനം വാങ്ങി. എപ്പോഴാണ് സാധനം വാങ്ങിയത്? 1st July 2019 അത് വാങ്ങി 5 മാസം കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. പിന്നെ 11 months ഡ്യൂറേഷൻ ഉണ്ട്, പിന്നെ 19 months ഡ്യൂറേഷൻ ഉണ്ട്, പിന്നെ 24 months ഡ്യൂറേഷൻ ഉണ്ട്. ഈ ഓരോ ഇൻസ്റ്റാൾമെന്റും ഉള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഈ വാങ്ങിയിരിക്കുന്ന ഡേറ്റിൽ നിന്നാണ്. അതാണ് ഈ സെന്റൻസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം, ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. HP പ്രൈസ് 50,000 ആണെന്ന് അറിയാം, ക്യാഷ് പ്രൈസ് 45,000 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു ദ ഡിഫറൻസ് ബിറ്റ്വീൻ HP പ്രൈസ് ആൻഡ് ക്യാഷ് പ്രൈസ് ഇസ് ഈക്വൽ ടു 4,500. ഇത്രയും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇൻസ്റ്റാൾമെന്റ്സ് തമ്മിലുള്ള ഡ്യൂറേഷൻ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഡ്യൂറേഷൻ എത്രയാണ് പറയുന്നത്? അതായത് 1st July 2019 സാധനം വാങ്ങിയിട്ട് പിന്നെ 5 മാസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 months ആണ്. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് മന്തിൽ ഉള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 11 months എന്നാണ് പറയുന്നത്. അതായത് ഈ വാങ്ങിയിരിക്കുന്ന ഡേറ്റിൽ നിന്നുള്ള ഡ്യൂറേഷൻ ആണ് ഇവിടെ കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മീൻസ് ഇവിടെ തന്നിരിക്കുന്നത് 11 months. അതായത് വാങ്ങിയ ഡേറ്റ് ജൂലൈ തൊട്ടിട്ട് 11 monthsലാണ് നമ്മൾ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റും സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റും തമ്മിലുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 months ആണ്. അതായത് 11 minus 5. ശ്രദ്ധിക്കണേ, 11 minus 5. ദെൻ പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന 19 months എന്ന് പറയുന്നത് തേർഡ് ഇൻസ്റ്റാൾമെന്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് 19 months ആണ്. അതും ഏത് ഡേറ്റിൽ നിന്നാണ്? 1st ജൂലൈയിൽ നിന്ന് 19 months കഴിയുമ്പോഴാണ് തേർഡ് കൊടുക്കുന്നത് എന്നാ പറയുന്നത്. അപ്പോൾ സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 19 minus 11, അതായത് 8 months ആണ് അവിടുത്തെ ഡ്യൂറേഷൻ. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ഇയറിൽ അങ്ങനെയാണെങ്കിൽ എത്രയാണ് വരിക? 24 minus 19, that is 5 അല്ലെ? ഇതാണ് നമ്മുടെ ഡ്യൂറേഷൻ. ഓരോ ഇൻസ്റ്റാൾമെന്റും തമ്മിലുള്ള ഡ്യൂറേഷൻ, അതായത് വാങ്ങിയ ഡേറ്റ് തൊട്ടിട്ടുള്ള ഡ്യൂറേഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നത്. നമുക്ക് വേണ്ടത് ഓരോ ഇൻസ്റ്റാൾമെന്റ്സും തമ്മിലുള്ള ഡ്യൂറേഷൻ ആണ്. ഇനി നമുക്ക് നോക്കാം. നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5, 6, 8, 5 ആണ് അല്ലെ? 5 months, 6 months, 8 months, 5 months. അത്രയും ഗ്യാപ്പ് ആണ് ഓരോ ഇൻസ്റ്റാൾമെന്റും തമ്മിലുള്ളത്.
നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡിലാണ് പ്രോബ്ലം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, നമ്മൾ ഗ്യാപ്പ് കണ്ടുപിടിച്ച് വെച്ചു, ഓരോ ഇൻസ്റ്റാൾമെന്റും തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ച് വെച്ചു. ഇനി ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെന്റ്സ് ബൈ പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് തമ്മിൽ ഇൻസ്റ്റാൾമെന്റ്സ് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 5, 6, 8, 5 അല്ലെ? അതൊന്ന് ഓർത്ത് വെക്കുക. 5, 6, 8, 5. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ശ്രദ്ധിക്കുക. എച്ച് പി പ്രൈസ് എഴുതുക ആദ്യം. 50,000 ലെസ് ഡൗൺ പേയ്മെന്റ് 10,000. അപ്പൊ ബാലൻസ് എത്ര കിട്ടും? ബാലൻസ് ഡ്യൂ എത്ര കിട്ടും? 40,000. 40,000 ഇൻറ്റു എന്ത് ചെയ്യുന്നു? പീരീഡ് ഉണ്ടല്ലോ, ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്ന പീരീഡ്. അതായത് ജൂലൈ 1 സാധനം വാങ്ങിയിട്ട് 5 മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഡ്യൂറേഷൻ 5 ആണ്. അപ്പോൾ 40,000 ഇൻറ്റു 5 is equal to 2 lakh. Then less amount paid at the end of 5 months. 5 monthsന്റെ എൻഡിൽ എത്ര എമൗണ്ട് ആ കൊടുക്കുന്നത്? 15,000 അല്ലേ? ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ എമൗണ്ട് ആണ് ഇത്. 15,000. ഇപ്പൊ ബാലൻസ് ഡ്യൂ എത്രയുണ്ട്? 25,000 ഉണ്ട്. സെക്കൻഡിലുള്ള ഡ്യൂറേഷന്റെ പീരീഡ് നോക്കുക, 6 ആണ്, 6 months ആണ്. അപ്പൊ അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1,50,000 കിട്ടും. പിന്നെ നമ്മൾ ലെസ് എമൗണ്ട് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് 6 months. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ് 15,000 ആണ്. അത് ഈ നമ്മുടെ ഈ ബാലൻസ് ഡ്യൂ ഉണ്ടല്ലോ, ആ ബാലൻസ് ഡ്യൂവിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? 10,000 ഉണ്ട്. ആ തേർഡ് ഇയറിലുള്ള ഡ്യൂറേഷൻ എത്രയാണ്? 8 months ആണ്. അപ്പൊ 8 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ 80,000 കിട്ടും. പിന്നെ വീണ്ടും ചെയ്യുന്നു, ലെസ് എമൗണ്ട് പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 8 months. നമ്മുടെ 1, 2, തേർഡ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള 6,000 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 6,000 മൈനസ് ചെയ്യുന്നു. അപ്പൊ ബാലൻസ്ഡ് ഡ്യൂ 4,000 കിട്ടും. 4,000നെ ഫോർത്ത് ഇയറിലുള്ള ഡ്യൂറേഷൻ കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു. പിന്നെ വീണ്ടും ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 5 months ഡ്യൂറേഷനിൽ എൻഡ് ഓഫ് ദ 5 monthsൽ കൊടുക്കുന്ന എമൗണ്ട് 4,000. അങ്ങനെയാകുമ്പോൾ നമുക്ക് 0 കിട്ടും. ഓക്കെ, വേറെ ഇനിയൊന്നും കൊടുക്കാനില്ലല്ലോ. ലാസ്റ്റ് 4,000 ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുന്നതോട് കൂടിയിട്ട് എമൗണ്ട് ഫുള്ള് പേ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തു. അതായത് നമ്മുടെ ഓരോ എച്ച് പി പ്രൈസിൽ നിന്ന് ഡൗൺ പേയ്മെന്റ് കഴിഞ്ഞ് ബാലൻസ് ഡ്യൂ കണ്ടുപിടിച്ചു. ആദ്യത്തെ ഡ്യൂറേഷൻ പീരീഡ് വെച്ച് പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. പിന്നെ അങ്ങനെ ഓരോ വർഷത്തെയും ഓരോ വർഷമല്ല, ഓരോ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് ഡ്യൂ കണ്ടുപിടിച്ച് അതിനെ കൺസേൺഡ് പ്രൊഡക്റ്റ് ഗ്യാപ്പ് ഇൻസ്റ്റാൾമെന്റ് പീരീഡിലെ ഗ്യാപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു വാല്യൂസ് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് റേഷ്യോ രൂപത്തിലേക്ക് മാറ്റാം. ഈ പ്രോഡക്റ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പ്രോഡക്റ്റ് is equal to 2 lakh is equal to 2 lakh raised to 1,50,000 raised to 80,000 raised to 20,000. അപ്പൊ ഇതിനെ കോമൺ ഫാക്ടർ കണ്ടുപിടിച്ച് നമ്മൾ ചുരുക്കി കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോ എത്ര വരും? 20:15:8:2 കിട്ടും. അങ്ങനെ നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് വിൽ ബി ഡിവൈഡഡ് ഇൻ ദ റേഷ്യോ ഓഫ് ദ പ്രോഡക്റ്റ്. ഈ റേഷ്യോ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ടോട്ടൽ ഇൻട്രസ്റ്റിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫസ്റ്റ് ഇയർ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചത്? 4,500 അല്ലേ? ആ 4,500 ഇൻറ്റു ഫസ്റ്റ് കേസിലുള്ള റേഷ്യോ 20 divided by total of the ratio. ഇതുണ്ട് 20 plus 15 plus 8 plus 2, അതാണ് 45. അങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ നേരത്തെ ഒരു കേസിൽ റേഷ്യോ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അതുപോലെ ടോട്ടൽ ഇൻട്രസ്റ്റിന് റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിലുള്ള ഇൻസ്റ്റാൾമെന്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് is equal to 2,000. സെക്കൻഡ് ഇയറിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 1,500, തേർഡ് ഇയറിലത് 800, ഫോർത്ത് ഇയറിലത് 200. ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഇതാണ് 4 സിറ്റുവേഷൻസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇത് നാലാമത്തെ സിറ്റുവേഷൻ ആണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ പറഞ്ഞത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് when cash price and rate of interest and amount of installments are given. സെക്കൻഡ് കേസ് പറഞ്ഞത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് when the cash price and the amount of installments are given but the rate of interest is not given. Then third case calculation of interest when rate of interest and cash price are not given. Fourth case എന്ന് പറയുന്നത് calculation of interest when the amount of installments and period of installments are unequal. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഷുവർ ആയും
ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. സ്റ്റഡി വെൽ. താങ്ക് യു.